ഇനിയിപ്പോൾ കൃത്യം നാലാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അവസാന ലാപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ദിവസങ്ങളാണ്. സ്വാഭാവികമായും അവസാന ദിവസങ്ങളിൽ ചിലപ്പോൾ ആദ്യം തീരുമാനിക്കുന്ന ആളിൽ നിന്ന് അവസാനം എത്തുമ്പോഴത്തേക്ക് ഒരു മാറ്റമൊക്കെ വരാറുണ്ട്. ചിലർ ആ പോളിംഗ് ബൂത്തിന് മുന്നിൽ എത്തുമ്പോൾ എന്ന് മാറ്റിയാലോ എന്ന് വിചാരിക്കാറുണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷവും തീരുമാനിച്ചുറപ്പിച്ച് തന്നെ വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്ന സമയമാണ് ഏറ്റവും അധികം അനുഭവമുള്ളവർ. അവരുടെ വോട്ടുകൾ മാറുന്നില്ല, പക്ഷെ അതല്ലാതെ ഫ്ലോട്ടിംഗ് വോട്ട് ഉറപ്പ്. ആ ഫ്ലോട്ടിംഗ് വോട്ടാണ് വിജയം നിർണ്ണയിക്കുക. അവരെ സ്വാധീനിക്കാനാണല്ലോ ഈ പറഞ്ഞ പ്രചരണ കോലാഹലങ്ങളൊക്കെ. അപ്പോൾ മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രചരണം മുറുകുന്നു. കൊട്ടിക്കലാശത്തിനുൾപ്പെടെ ആധിപത്യം പുലർത്താനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പിൽ LDFന് യാക്കോബായ സഭ പരോക്ഷ പിന്തുണയും പ്രഖ്യാപിച്ചു. പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്നാണ് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്ത്യന. ഷഫീദ്, അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തീപാറുന്ന, അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന ത്രികോണ പോര് കാണുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഇനിയിപ്പോൾ ആകെ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സ്ഥാനാർത്ഥികൾ തിരക്കിലാണ്, മുന്നണികൾ തിരക്കിലാണ്. കൊടുംചൂടിനിടയിലും പ്രചരണ ചൂട് അതിൻ്റെ അങ്ങേയറ്റം. ഷഫീദ് അല്ലേ? ഹഷ്മി, ഉറപ്പായിട്ടും ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ 2 ദിനം കൂടിയാണ് ബാക്കിയുള്ളത്. പതുക്കെ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂട് അതിന്റെ ക്ലൈമാക്സിലേക്ക്, അതിന്റെ കൊടുമുടി കയറ്റത്തിലേക്ക് എത്തുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പലവിധ വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വിവാദമായി അടക്കം തെളിഞ്ഞു നമ്മൾ കണ്ടു. മാത്രമല്ല ദേശീയ നേതാക്കളുടെ അടക്കം ഒഴുക്ക് കേരളത്തിലേക്കുണ്ടായത് നമ്മൾ കണ്ടു. 3 മുന്നണികളും ഒരേപോലെ പ്രതീക്ഷ വയ്ക്കുന്നു. UDFനെ സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ ഏകീകരണം അവരൊരു സാധ്യതയായി കാണുമ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർ ഉയർത്തിയ എല്ലാ വിഷയങ്ങളും ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. പ്രധാനമന്ത്രി ഇത്രയധികം വന്നുപോയ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ക്രോസ് വോട്ട് BJPയെ സംബന്ധിച്ച് ആശങ്കയായി തുടരുകയും ചെയ്യുന്നുണ്ട്. നിരവധി ദേശീയ പ്രാദേശിക വിഷയങ്ങളാണ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായി ചർച്ചയാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നേർക്കുനേർ വാദപ്രതിവാദം നടത്തിയതോടെ LDF UDF പോലെ പുതിയ തലത്തിലേക്ക് കടക്കുന്നത് കണ്ടു. മാത്രവുമല്ല ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾ BJPക്ക് പകരം CPMനെ ശത്രുവായി കാണുന്നുവെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ രീതിയിൽ കുറ്റപ്പെടുത്തുന്നു, വിമർശിക്കുന്നു എന്ന കോൺഗ്രസ് നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നുണ്ട്. CA വിഷയത്തിലടക്കം രാഹുൽ ഗാന്ധിയുടെ നിലപാട് അത് പല മണ്ഡലങ്ങളിലും ഇപ്പോൾ സജീവ ചർച്ചയാക്കി ഉയർത്തുന്നുണ്ട്. ആ മൂന്ന് മുന്നണിയിൽ നിന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും LDFന്റെ കണ്ണൂരിലെ പര്യടനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുക. രാഹുൽ ഗാന്ധി പിണറായി വാഗ്വാദം പുതിയൊരു തരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്നെടുക്കുന്ന നിലപാട് സ്വാഭാവികമായും നിർണായകമായി മാറും. അതേസമയം അതിനിടയിലാണ് ഇടതുപക്ഷത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് യാക്കോബായ സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. സഭയുടെ പ്രതിസന്ധികളിൽ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കണമെന്ന ആഹ്വാനമാണ് യാക്കോബായ സഭ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടി മലങ്കര മെത്രോപൊലിത്ത ജോസഫ് ഗ്രിഗോറിയസും അതേപോലെ തന്നെ യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കപ്പെടണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിലെ പരാമർശം. ഏതായാലും അങ്ങനെ ഒരു പിന്തുണ കൂടി ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏറ്റവും ക്ലൈമാക്സിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആശ്വാസമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഹഷ്മി ക്രിസ്ത്യന. അപ്പോൾ അങ്ങനെ കുട്ടിക്കലാശം അങ്ങനെ പരമാവധി ട്രിവാൻഡ്രത്ത് മാത്രമല്ല കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും തീവാറും പോരാട്ടമാണ്. അവിടങ്ങളിലൊക്കെ വലിയ പ്രചാരണ പോരുണ്ട് താനും ക്രിസ്ത്യൻ അല്ലേ?